രാവിലെ ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുന്ന തിരക്കിനിടയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇന്നൊരു റൈസ് ഐറ്റമാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും അതല്ല ഓഫീസിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഒരു അടിപൊളി റൈസ് ഐറ്റം. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് റൈസ് ഐറ്റം ആണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്കൊന്ന് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുകൊന്ന് നന്നായി പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പൊന്ന് ചോക്കണം. ഒരു ചുവന്ന മുളക് ചെറുതായി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇതാ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പോളം ഒനിയനും ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒനിയൻ നമുക്കൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയും എന്നാൽ അധികം മസാലകളൊന്നുമില്ലാത്ത ഒരു റൈസ് ഐറ്റം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതെ, ഇന്നത്തെ റൈസ് ഐറ്റം ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ക്യാരറ്റ് റൈസാണ്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ചത് കുക്ക് ചെയ്യാം. ഇതാ ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. അധികം മസാലകളൊന്നും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, എന്നാൽ നല്ല ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. ഇത് നല്ല കളർ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്യാരറ്റ് റൈസിൻ്റെ ഒരു കളർ കിട്ടും. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്ര മാത്രമേ ഇതിൽ മസാലയുടെ ആവശ്യമുള്ളൂ. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ റൈസിൻ്റെ കളർ അങ്ങനെ ഒരു യെല്ലോയിഷായി മാറും. ഇതിപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു കളർ വന്നിട്ട് നല്ലൊരു കളറായിരിക്കും റൈസിന്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ് ചേർക്കുന്നത്. റെഡ് റൈസ് ഒഴികെ, അതായത് മട്ടേരി ഒഴികെ ബാക്കി ഏത് റൈസ് വേണമെങ്കിലും ചേർത്തി കൊടുക്കാം. മട്ടേരി ചേർക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ റൈസിൻ്റെ ക്യാരറ്റിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്യാത്ത മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊന്നിയരിയോ അതല്ല ബസ്മതി റൈസോ ഏത് റൈസ് വേണമെങ്കിലും ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 പീസ് നാരങ്ങയുടെ ഇതെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി അങ്ങോട്ട് യോജിച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് താഴ്ത്തി വയ്ക്കുക. അപ്പോൾ എല്ലാ ഫ്ലേവറും എല്ലായിടത്തേക്കും ഒരേപോലെ ആവാനാണ്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞു. റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ റൈസ് ഐറ്റം. ഇത് കണ്ടോ, സത്യത്തിൽ 5 മിനിറ്റ് സമയമേ നമ്മൾ ഇതിന് എടുത്തിട്ടുള്ളൂ. അധികം ഒരുപാട് ഹെവി കുക്കിംഗ് ഒന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഈ റൈസ്. ക്യാരറ്റിൻ്റെ റൈസ് ആണെങ്കിൽ സൂപ്പർ കളർഫുൾ ആയിട്ടുള്ള റൈസ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.